ശുഹദാക്കളിൽ റബ്ബും റഹീമായോനേ, ശറഫാൽ വഴങ്ങ് നിൻറിളാ മന്നാനേ, വഹബാൽ തുലൈക്കെൻ്റെ മുറാദും ദൈന, ബിഹഖിഹിം ഉമൈക്കുള്ളഹുനാൽ. മുഅ്മിനീങ്ങളെ, ഏറ്റവും ശറഫുള്ള വിഭാഗമാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, ബദർ യുദ്ധം ജയിച്ചതിന് ശേഷം നമ്മൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പറയാൻ വേണ്ടി മദീനയിലേക്ക് ആളെ പറഞ്ഞേക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോൾ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് ഇബ്നു ഹാരിസനെയാണ് വിളിച്ചത്. ബദരീങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് സയ്യിദുനാ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് നേരത്തെ ആൾക്കാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. നബി തങ്ങളെ മുഹമ്മദിൻ്റെ മകൻ സെയ്ദ്. അതിൻ്റെ കാരണം അദ്ദേഹം നബി തങ്ങളുടെ വളർത്തുപുത്രനായിരുന്നു എന്നാ. എങ്ങനെ വളർത്തുപുത്രനായത് എന്നതാണ് കഥ. വളർത്തുപുത്രനായതിൻ്റെ പിന്നീട് കഥ ഉണ്ട്. ഹാരിസ എന്ന പേരായ വാപ്പാക്ക് മോനോട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സമയത്തും മോനെങ്ങനെ കൂടെ കൊണ്ടുനടക്കും. രാവിലെ ജോലിക്ക് പോകുമ്പോൾ മോനെയിട്ട് പോകും, വൈകുന്നേരം തിരിച്ചു വരുമ്പം കടനെ കൊണ്ടുവരും, ഒരുമിച്ച് കടന്നുറങ്ങും. മോനെ പിരിയില്ല. ഉമ്മാക്ക് തീരെ കുട്ടിനെ കിട്ടുന്നില്ല. ഒരു ദിവസം ഒന്ന് മോനെ എനിക്ക് കിട്ടണം എന്ന് തോന്നിയ ഉമ്മ ഒരു വിരുന്ന് പോകാൻ തീരുമാനിച്ചു കുട്ടിനേറ്റ്. അങ്ങനെ വാപ്പാനോട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, ഞാനൊരു വിരുന്ന് പോവുകയാണ്, മോനെയും വേണമെന്ന് പറഞ്ഞു. ആദ്യം തരില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം വാശി പിടിച്ച് ഏതായാലും സമ്മതിപ്പിച്ച്. അങ്ങനെ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ഹാരിസക്ക് മോനോട് ഭയങ്കര ഇഷ്ടം. എല്ലാ സമയത്തും കൂടെ കൊണ്ടുനടക്കും, ഭയങ്കര താല്പര്യം. ഉമ്മ ഒരു വിരുന്നിന് പോകാൻ വേണ്ടിയിട്ട് സമ്മതം ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞേക്കൂല എന്ന് പറഞ്ഞു. അവസാനം നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ എന്നാൽ ആയിക്കോട്ടെ കൊണ്ടുപോയിക്കോറും. അങ്ങനെ ഒരു കച്ചവട സംഘത്തോടൊപ്പം അവരിങ്ങനെ യാത്ര പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. നാളെയാണ് യാത്ര പോകുന്നത്. തലേ ദിവസം ഹാരിസ ഉറങ്ങിയിട്ട് തന്നെ ഇല്ല. നാളെ മോൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്ര ഇഷ്ടമാണ് വാപ്പാക്ക് മോനോട്. പിറ്റേ ദിവസം മോന് പോണ സമയത്ത് അവരൊരു കച്ചവട സംഘത്തോടൊപ്പം ഇങ്ങനെ പോവുകയാണ്. ഈ ഹാരിസ് ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്ന് കുറേ ദൂരം ചെന്ന് മോനിങ്ങനെ പോകുന്നത് നോക്കി നിന്ന് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നോക്കി നിന്നിട്ട് അവസാനം മടങ്ങി. കച്ചവട സംഘത്തോടൊപ്പം അവരിങ്ങനെ പോയി ഉദ്ദേശിച്ച സ്ഥലത്തെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു കൊള്ള സംഘം വന്നിട്ട് അവിടുത്തെ കംപ്ലീറ്റ് സമ്പത്തും കൊള്ളടിച്ചു കൊണ്ടുപോയി. അന്ന് അടിമകളെ വിൽപ്പന നടത്തുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ നല്ല സുന്ദരനായ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഒരു കുട്ടിനെയും കൊണ്ടുപോയി. നേരം വെളുത്ത് നീച്ചു നോക്കുമ്പോൾ വിരുന്നേരം കുട്ടിനെ കാണാനില്ല. നമ്മളെ പെരേത്തെ കുട്ടിക്ക് പനി ഉണ്ടാവും പോലെ അല്ലല്ലോ വിരുന്നെന്ന കുട്ടിക്ക് വയറ്റു നോക്കുണ്ടായില്ല. അത് കുറച്ച് ഇടങ്ങേറുള്ള കാര്യമാണ്. നാട്ടുകാർക്ക് ഭയങ്കര ടെൻഷനായി. അന്വേഷണങ്ങളോട് അന്വേഷണം, എല്ലാ ഭാഗത്തും അന്വേഷിച്ചു, ഒരു രക്ഷയില്ല, യാതൊരു വിവരവുമില്ല. നിരാശ മാത്രം ബാക്കിയായി. ദിവസങ്ങളോളം അന്വേഷിച്ചതിന് ശേഷം ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ നാട്ടിലേക്ക് പോകുക എന്നറിയാതെ സെയ്ദിൻ്റെ മാതാവ് ഇങ്ങനെ തിരിച്ചു വരികയാണ്. വീട്ടിൽ വന്ന് ഈ വിവരം അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഹാരിസ പെരേന്ന് ഇറങ്ങിയിട്ടൊരൊറ്റ ഓട്ടം. ഓടി ഓടി തളർന്ന ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, കുളിക്കാതെ, ഉറങ്ങാതെ അങ്ങനെ ഓടി 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 ഒരുപാട് ഓടി. കാണുന്ന മനുഷ്യരോടൊക്കെ ചോദിച്ചു, നിങ്ങൾ എൻ്റെ മോൻ സെയ്ദിനെ കണ്ടോ? ആരും കണ്ടില്ല. വല്ല യാത്രാ സംഘവും എവിടെയെങ്കിലും പോയി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നറിഞ്ഞാൽ ഹാരിസ ഓടിച്ചെന്ന് ചോദിക്കും, നിങ്ങൾ എൻ്റെ പുന്നാരമോൻ സെയ്ദിനെ കണ്ടോ? ആരും കണ്ടില്ല. മനുഷ്യരോട് അന്വേഷിച്ച് വിവരമൊന്നുമില്ലാതെയായപ്പോ സ്നേഹനിധിയായ പിതാവ് മരങ്ങളോടും പർവ്വതങ്ങളോടും പാറകളോടും മൃഗങ്ങളോടുമൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഒട്ടകമേ, നീ എൻ്റെ മോൻ സെയ്ദിനെ കണ്ടോ? മരമേ, നീ എൻ്റെ മോൻ സെയ്ദിനെ കണ്ടോ?
പാറകളുടെ അടുക്കൽ ചെന്നുകൊണ്ട് ആ പിതാവ് ഇങ്ങനെ പറയും, പാറക്കല്ലേ, നിന്റെ അടിയിലെങ്ങാനും എൻ്റെ മോന് സെയ്ദുണ്ടോ? മോനെ സെയ്ദേ, നീ മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അറിയുകയാണെങ്കിൽ വാപ്പാക്ക് നിന്നെ അന്വേഷിക്കേണ്ടതില്ലല്ലോ. ഭ്രാന്തുമൂത്ത മനുഷ്യൻ അവസാനം പാട്ടുപാടാൻ തുടങ്ങി. പാട്ടുപാടി അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കും. ബക്കൈതു അലാ സൈദിൻ വലം അദ്രി മാ ഫഅൽ അഹയ്യും ഫയുർജാം അതദൂനഹുൽ അജൽ ഫവല്ലാഹി മാ അദ്രി വഇന്നി ലസായിലുൻ അഗലക ബഅദിസ്സഹ്ലു അംഗാലകൽ ജബൽ. ഞാൻ എൻ്റെ മോനെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനെ അല്ലാതെ മറ്റൊന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ എനിക്കെൻ്റെ മകനെ ഓർമ്മ വരുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോഴും എനിക്കെൻ്റെ മകനെയാണ് ഓർമ്മ വരുന്നത്. കാറ്റിങ്ങനെ അടിക്കുമ്പോൾ എനിക്കെൻ്റെ മകനെ ഓർമ്മ വരികയാണ്. فإن حبت الأرواح حيجين ذكره فيا طول ما حزني عليه ويا وجل. മോനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞു കരഞ്ഞ മനുഷ്യൻ തളർന്നു. അന്വേഷണങ്ങൾക്ക് ഒരു എത്തും പിടിയുമില്ലാതെയായി. ഒരു രക്ഷയില്ല, ഭ്രാന്തനായി നടന്നു ആ മനുഷ്യൻ. സെയ്ദിന് എന്താ സംഭവിച്ചത്? കൊള്ളക്കാർ കൊണ്ടുപോയി ത്വായിഫിനോട് ചേർന്നുള്ള ഉഖാദ് എന്ന ചന്തയിൽ സെയ്ദ് മോനെ വിറ്റു. ഹക്കീം ഇബ്നു ഹുസാം എന്ന പേരായ ഒരാൾ ആ ചന്തയിൽ നിന്ന് സെയ്ദ് എന്ന അടിമയെ വാങ്ങി. സയ്യിദത്തുനാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ അമ്മാവനായിരുന്നു ഹക്കീം ഇബ്നു ഹുസാം. അമ്മാവൻ ആ അടിമയെ കൊണ്ടുവന്ന് ഖദീജ ബീവിക്ക് കൊടുത്തു. അള്ളാന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം നടന്നപ്പോ നബി തങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ ഖദീജ ബീവി സെയ്ദ് എന്ന അടിമയെ കൊടുത്തു. നബി തങ്ങൾ ആ അടിമയെ അടിമത്വ മോചനം നൽകിയിട്ട് സ്വതന്ത്രനാക്കി വീട്ടിൽ താമസിപ്പിച്ചു. അതാണ് വളർത്തുപുത്രൻ. കുറേ കാലങ്ങൾക്ക് ശേഷം ഹാരിസയുടെ നാട്ടിൽ നിന്ന് ഒരു സംഘം ആളുകൾ കാബം സന്ദർശിക്കാൻ വേണ്ടി മക്കയിൽ വന്നു. ജാഹിലിയ കാലഘട്ടത്തിനും ത്വവാഫ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ ത്വവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നാട്ടുകാരനായ സെയ്ദിനെ കണ്ടു. മോനെ സെയ്ദേ, നിന്റെ വാപ്പ എത്ര കാലമായടാ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഉറങ്ങിയിട്ട്? ഭ്രാന്തനെ പോലെയായ നിന്റെ വാപ്പയുടെ അടുത്തേക്ക് എത്തിച്ചു തരാം, പോരൂ മോനെ. സെയ്ദ് പറഞ്ഞു, തൽക്കാലങ്ങൾ എന്നെ കണ്ട വിവരം വാപ്പാട് പറയണ്ടാറുണ്ട്. ആയിക്കോട്ടെ പറഞ്ഞു. ഒരു പോയി. ഒരു കച്ചവട സംഘം, ഒരു യാത്രാ സംഘം മടങ്ങി വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ ഹാരിസ ഓടിച്ചെന്നു. നിങ്ങളെന്റെ പൊന്നാരമോൻ സെയ്ദിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോ മറുപടി പറയാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, മക്ക എന്ന പേരായ പ്രദേശത്ത് അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട്ടിൽ നിങ്ങളുടെ മോൻ അടിമയായി താമസിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവരം അങ്ങോട്ട് കേൾക്കേണ്ട താമസം. ഹാരിസ വീട്ടിലേക്ക് ഓടിയിട്ട് ഒരു ചാക്കെടുത്തു. ആ പെരയില് വിറ്റാല് വില കിട്ടണ മുഴുവൻ സാധനം എടുത്ത ചാക്കിലിട്ടു. ചാക്കും തോളിലേറ്റിയിട്ട് തന്റെ സഹോദരനെയും കൂട്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിൽ വന്നുകൊണ്ട് അന്വേഷിച്ചു, ഇവിടെ എവിടെയാണ് അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ കാണിച്ചു കൊടുത്തു, അതാ കാണുന്ന ചെറിയ വീടാണ് മുഹമ്മദിൻ്റെത്. ചെന്ന് വാതിലിൽ മുട്ടിയപ്പോ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് വന്നു. കയറിയിരിക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ ആരാണ്? ഹാരിസ പറഞ്ഞു, ഞാൻ ഹാരിസയാണ്, പെർഷ്യയിൽ നിന്നാണ്. ഞങ്ങളുടെ മോന് സെയ്ദ് ഈ വീട്ടിൽ അടിമയായി താമസിക്കുന്നുണ്ടെന്നറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് എത്ര പണമാണ് വേണ്ടതെങ്കിൽ അത് മുഴുവനും തന്ന് മോനെ കൊണ്ടുപോവാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മോനെ നിങ്ങൾക്ക് കൊണ്ടുപോവാൻ എനിക്ക് പണം വേണ്ട. നിങ്ങളുടെ മോനെ നിങ്ങൾ കൊണ്ടുപോകണേന് എനിക്ക് പൈസ ഒന്നും വേണ്ട.
പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ കൂടെ പോരാൻ അവന് സമ്മതമില്ലെങ്കിൽ എനിക്ക് വിട്ടുതരുമോ? ഹാരിസക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടിയില്ലായിരുന്നു. തൻ്റെ മകൻ തൻ്റെ കൂടെ പോരാതിരിക്കുക എന്നത് സങ്കല്പിക്കാൻ കഴിയില്ല. ശരിയെന്ന് പറഞ്ഞു. മോനെ സെയ്ദേ എന്ന് വിളിച്ചപ്പോൾ ലബ്ബൈക യാ റസൂലല്ലാഹ്, സെയ്ദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ ഹാജരായി. മോനെ സെയ്ദേ, ഈ വന്നിരിക്കുന്ന രണ്ടുപേർ ആരാണെന്ന് നിനക്കറിയുമോ മോനെ? ഒന്നെൻ്റെ പിതാവ് ഹാരിസയാണ്, ഒന്നെൻ്റെ എളാപ്പയാണ്. അവർ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് നിനക്കറിയുമോ മോനെ എന്ന് ചോദിച്ചപ്പോ സയ്യിദുനാ സെയ്ദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എന്നെ കൊണ്ടുപോവാനാണ് അവർ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞേക്കരുത് പ്രവാചകരേ. ആ സമയത്ത് ഹാരിസ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു അത്രേ, മോനെ സെയ്ദേ, എത്ര കാലമായടാ നിന്നെ കാണാഞ്ഞിട്ട് ഈ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട്? എത്ര കാലമായി നിന്നെ കാണാഞ്ഞിട്ട് ഈ വാപ്പ വെള്ളം കുടിച്ചിട്ട് ഉറങ്ങിയിട്ട് വസ്ത്രം മാറിയിട്ട് കുളിച്ചിട്ട്? നിന്റെ ഉമ്മ നീ വരുന്നതും കാത്ത് വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോനെ. വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മയുടെ അടുക്കലും വാപ്പയായ എൻ്റെ അടുക്കലും ഒരു മകനായി താമസിക്കുന്നതിനേക്കാൾ ഈ മുഹമ്മദിന്റെ അടുക്കൽ ഒരടിമയായി താമസിക്കുന്നതിനാണോ നീ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ അഷ്റഫുൽ ഖൽഖിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് സയ്യിദുനാ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ വീട്ടിൽ എനിക്കൊരു പ്രയാസവുമില്ല, വാപ്പാന്റെ അടുത്തൊരു പ്രയാസവുമില്ല, ഉമ്മാന്റെ അടുത്തൊരു പ്രയാസവുമില്ല. എൻ്റെ വാപ്പാന്റെയും ഉമ്മാന്റെയും അടുക്കൽ മകനായി താമസിക്കുന്നതിനേക്കാൾ എൻ്റെ മനസ്സിന് സന്തോഷം തോന്നുന്നത് നിങ്ങളുടെ അടുക്കൽ അടിമയായി താമസിക്കാനാണ് നബിയേ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേക്കരുത് പ്രവാചകരേ. സയ്യിദുനാ സെയ്ദ് ഇബ്നു ഹാരിസ ആ മനുഷ്യനെ വിളിച്ചിട്ടാണ്, ബദറിൽ നമ്മൾ ജയിച്ചു സെയ്ദേ, ഇജ്ജൊന്ന് പോയി പറയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് പറഞ്ഞയച്ചത്. ഓരോരുത്തരെ നമ്മൾ എടുത്താലും അത്ഭുതാണ്.